ഹായ് ഓൾ, ടി ജി ആണ്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 JEE മെയിൻസ് പരീക്ഷയുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. 2026 JEE മെയിൻസ് സെഷൻ 1 ജനുവരിയിലും അതുപോലെ തന്നെ സെഷൻ 2 ഏപ്രിലുമാണ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. അതുപോലെ തന്നെ അപേക്ഷാ ഫോം തുറക്കുന്നത് ഒക്ടോബറിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണെങ്കിൽ ഇപ്രാവശ്യം അത് കുറച്ച് നേരത്തെ ഒക്ടോബറിൽ തന്നെ തുറന്നു തരുമെന്ന് നമ്മളുടെ NTA ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ NTA 29 ഒക്ടോബറിൽ ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. സോ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും അത് വിട്ടുപോകാറുണ്ട്. അവസാന നിമിഷത്തിലായിരിക്കും അറിയുന്നത് അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോവുമല്ലോ എന്നുള്ളത്. സോ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാവരും 15 ലക്ഷത്തോളം കുട്ടികൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഓക്കെ. സോ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അപേക്ഷാ ഫോം തുറക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. NTA അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്നുണ്ട്, ടു അവോയ്ഡ് എനി ഡിസ്ക്രിപ്പൻസീസ് ഓർ റിജക്ഷൻസ് ഓർ ഗ്രീവൻസസ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് പ്ലീസ് അപ്ഡേറ്റ് യുവർ ഡോക്യുമെന്റ്സ് ബിഫോർ അപ്ലോഡിങ്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ രേഖകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സോ എന്തൊക്കെ രേഖകളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത് എന്നുള്ളതും എല്ലാം സാർ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ NTA പബ്ലിക് നോട്ടീസ് ഒന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾ കാണാം, NTA പബ്ലിക് നോട്ടീസാണ് ഇവിടെ ഉള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, JEE.NTA.nic.in എന്നുള്ളൊരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ ഫോം ഒക്ടോബറിൽ തന്നെ ലഭ്യമായിരിക്കും, ഷുവറായിട്ട് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ JEE മെയിൻസിൻ്റെ സെഷൻ 1 ജനുവരിയിലും JEE മെയിൻസിൻ്റെ സെഷൻ 2 ഏപ്രിലുമാണ് കണ്ടക്ട് ചെയ്യപ്പെടുക. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫോർ എ സ്ട്രീം ലൈൻ പ്രോസസ്സ്. അതായത് നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഈസി ആയിട്ട് തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അഡ്വാൻസിൽ തന്നെ. അതായത് അപേക്ഷാ ഫോം തുറക്കുന്നതിന് മുന്നേ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആധാർ കാർഡ്. സോ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആധാർ കാർഡാണ്. നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും ആധാർ കാർഡ്. സോ ഇതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളെ. ഫസ്റ്റ് തന്നെ നമ്മൾ ആധാർ കാർഡ് നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഡൗട്ട് ചോദിക്കലുണ്ട്, സാറേ അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാരാണ്, ഞാൻ ഇന്ത്യയുടെ പുറത്തു നിന്നാണ് പഠിക്കുന്നത്. സോ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് JEE എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് വേണോ? എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല, കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് എവിടെയാണ്, പുറത്താണ് ഞാൻ പഠിക്കുന്നത്. സോ എനിക്ക് ആധാർ കാർഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ അവിടുത്തെ അങ്ങനത്തെ കുട്ടികൾ, അതായത് ഒരു 95% കുട്ടികളും ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ എഴുതുന്നവരായിരിക്കും. ബാക്കിയുള്ളൊരു 5% കുട്ടികൾ, ചിലപ്പോൾ പുറത്തു നിന്നുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. സോ നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ, നിങ്ങളുടെ പാസ്പോർട്ട്, അതായത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ കാണുന്ന ഒരു ID പ്രൂഫ് ഉണ്ടാവുമല്ലോ, ഒരു വാലിഡ് ID പ്രൂഫ്. നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് തന്നെ മതി. അത് ആ കുട്ടികൾക്ക് ആ പാസ്പോർട്ട് വെച്ചിട്ടും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്, പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ മക്കളുണ്ടല്ലോ, കേരളത്തിലുള്ള മക്കൾ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ആധാർ കാർഡ് തന്നെ പ്രോപ്പറായിട്ട് കൊണ്ടുവരിക. ആധാർ കാർഡ് ചുമ്മാ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ചില കുട്ടികൾ നമ്മളുടെ ചെറുപ്പത്തിലെടുത്ത 5 വയസ്സിലും ചിലപ്പോൾ 10 വയസ്സിലും എടുത്ത ആധാർ കാർഡിൻ്റെ കോപ്പി ആയിട്ട് പോകും. ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കഴിഞ്ഞ വർഷം തന്നെ അത് റിജക്റ്റ് ചെയ്ത കുറച്ച് അനുഭവങ്ങൾ നമ്മൾക്കുണ്ട്. കുറച്ച് കുട്ടികളുടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ നിർബന്ധമായിട്ടും നിങ്ങൾ ആധാർ കാർഡിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫോട്ടോ മാത്രമല്ലട മക്കളെ, എന്ത് ചെയ്യണം, നിങ്ങളുടെ കറക്റ്റ് നെയിം ആയിരിക്കണം. നെയിം കറക്റ്റ് ആയിരിക്കണം. എന്തുമായിട്ടാണ് നിങ്ങൾ അത് റെഫറൻസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിൻ്റെ നെയിമും നിങ്ങളുടെ ആധാർ കാർഡ് നെയിമും പ്രോപ്പർ ആയിരിക്കണം. നിങ്ങളുടെ പേര് മാത്രമല്ല, നിങ്ങളുടെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമും അതേപോലെ തന്നെ കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്താം. ചില കുട്ടികൾക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവാം, സാറേ പുതിയ ആധാർ കാർഡ് നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്ഷയ മുഖേനയോ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ടോ നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന പുതിയ ആധാർ കാർഡിൽ ഫാദേഴ്സ് നെയിം ഉണ്ടാവില്ല അല്ലേ. നിങ്ങൾക്കറിയാം, ഫാദേഴ്സ് നെയിം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം പരീക്ഷാ ഹാളിൽ ഫാദേഴ്സ് നെയിം ഒന്നും അധികം ചെക്ക് ചെയ്യില്ല കേട്ടോ. സോ അത് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഫാദേഴ്സ് നെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ബാക്കിയുള്ളതൊക്കെ പ്രോപ്പർ ആയിരിക്കണം. നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ അതേ പേര് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതേ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം. അതുപോലെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. സോ അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റുഡൻറ്റ് നേരിട്ട് തന്നെ പോകേണ്ടതാണ് കേട്ടോ,
അല്ലാതെ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പാരൻസോ ഗാർഡിയൻസോ അടുത്തോ പറഞ്ഞയച്ചിട്ട് ആധാർ കാർഡ് ഒരിക്കലും കിട്ടത്തില്ല. സോ നിങ്ങൾ തന്നെ നേരിട്ട് പോയി അക്ഷയയിൽ അപേക്ഷിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ PWD കാറ്റഗറിയിലാണെങ്കിൽ, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നൊരു കാറ്റഗറിയിലാണെങ്കിൽ 40% നിങ്ങൾ ഡിസബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും UDID കാർഡ് ഉണ്ടാവും. എന്താണ് UDID കാർഡ് എന്ന് വെച്ചാൽ യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡാണ്. സോ യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചുമ്മാ ഉണ്ടായാൽ പോരാ, അത് പ്രോപ്പറായിട്ട് റിന്യൂ ചെയ്യണം. കറക്റ്റായിട്ട് റിന്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ഒരു UDID കാർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ ഈ PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഈ സെക്കൻഡ് ആയിട്ടുള്ള ഒരു നിബന്ധന നമ്മുടെ NTA പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ് നോക്കിയേ, UDID കാർഡ് ഷുഡ് ബി വാലിഡ്. അത് ഉറപ്പായിട്ടും വാലിഡ് ആയിരിക്കണം, റിന്യൂ ചെയ്തിട്ടുണ്ടാവണം, അതുപോലെ തന്നെ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടാവണം. സോ അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്. പല കുട്ടികളും പല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരിക്കാം. നിങ്ങളുടെ അച്ഛനമ്മയുടെ വരുമാനം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ പല കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടാവും. സോ കുറെ കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം EWS കാറ്റഗറി ഉണ്ട്, SC കാറ്റഗറി ഉണ്ട്, ST കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ OBC NCL കാറ്റഗറി ഉണ്ട് അല്ലേ. സോ ഈ കാറ്റഗറിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC NCL കാറ്റഗറിയിലൊക്കെ നമുക്ക് ഒരുപാട് ശതമാനം നിങ്ങൾക്ക് സംവരണം കിട്ടുന്നതാണ്. സോ NCL കാറ്റഗറിയുള്ള മക്കൾ ഉറപ്പായിട്ടും NCL സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങളെ വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസിൽദാറിൻ്റെ അടുത്ത് പറഞ്ഞ് അത് മേടിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ഉണ്ട്, സാറേ ഞാൻ OBC ആണെങ്കിൽ പോലും NCL കിട്ടത്തില്ല, കാരണം അച്ഛന് ഓൾറെഡി ചിലപ്പോൾ 8 lakhs പെർ ആനത്തിൽ കൂടുതൽ സാലറി ഉണ്ട്, വീട്ടിൽ സാലറി ഗ്രോസ് ഇൻകം 8 lakhsന് മുകളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ ഒരു ഗസ്റ്റഡ് ഓഫീസാണ്, ആ ഗസ്റ്റഡ് ഓഫീസറായിട്ട് അച്ഛൻ മാറി. സോ എനിക്കിനി NCL കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടെല്ലാം പല കുട്ടികൾക്കും ഉണ്ട്. സോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ വളരെ വാലിഡ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പാരൻസ് ഫോർ എക്സാമ്പിൾ ഒരു 35-40 ഏജ് കഴിഞ്ഞിട്ടാണ് ഗസ്റ്റഡ് ഓഫീസർ ആവുമെന്ന് കരുതുക, 35 to 40 ഏജ് കഴിഞ്ഞിട്ടാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് NCL കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. NCL കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് 8 lakhs പെർ ആനത്തിൽ കൂടുതൽ സാലറി വന്ന് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇൻകം വന്ന് തുടങ്ങിയത് നിങ്ങളുടെ ഫാമിലിക്ക് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് NCL കിട്ടേണ്ട സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്തിരുന്നാലും നിങ്ങൾ ഒന്ന് വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോവുക, തഹസിൽദാർ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും NCL എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഉറപ്പായിട്ടും OBCയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് EWS ആയിരിക്കും. സോ EWS എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ OBC NCL അല്ല നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്കത് OBC കാറ്റഗറി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്തിൽ പെടും, ഒന്നുകിൽ SC ആയിരിക്കും ST ആയിരിക്കും, അത് അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതേണ്ടി വരിക. സോ ജനറൽ കാറ്റഗറിയിലുള്ള മക്കൾക്ക് ചിലവർക്ക് ചിലപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള മക്കൾക്കാണെങ്കിൽ അവർക്ക് ജനറൽ EWS നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിന് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് 8 lakhsന് കുറവായിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ഇൻകം, ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് ഫാമിലിയുടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1000 square feet കൂടുതൽ വീടുണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ സാറ് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ കാറ്റഗറി പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മക്കളെ, വാലിഡിറ്റി. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻറ്റിന് വാലിഡിറ്റി ഉണ്ടായാൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒക്ടോബറിലാണ് നമ്മുടെ അപേക്ഷാ ഫോം വരിക നമുക്ക് മനസ്സിലായി. സോ ഒക്ടോബറിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ OBC NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, SC ST വാട്ട് എവർ സർട്ടിഫിക്കറ്റ് ഇറ്റ് മേ ബി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏതാണെങ്കിലും അതിന് ആ സമയം വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചിലപ്പോൾ അത് ഡിസംബറിൽ അതിൻ്റെ വാലിഡിറ്റി തീരുമായിരിക്കും അല്ലേ, പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നവംബറിലായിരിക്കും. സോ ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ജാനുവരിയിൽ എക്സാം എഴുതുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓൾറെഡി ഒരു OBC സർട്ടിഫിക്കറ്റോ EWS നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഒരു പ്രശ്നവും വരാനില്ല. ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാലിഡിറ്റി ഉണ്ട്. കാരണം ചില കുട്ടികൾ വിചാരിക്കും, സാറേ ഇതിപ്പോൾ ഡിസംബറിൽ തീരും, ഇതിൻ്റെ എൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഡിസംബറിൽ തീരും, പക്ഷേ എക്സാം വരുന്നത് ജനുവരിയിലല്ലേ സാർ. സോ അതൊരു വിഷയമല്ലേ, അതൊരിക്കലും ഒരു വിഷയമായിട്ട് വരുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സമയത്ത് വാലിഡിറ്റി ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ.
പിന്നെ ചില മക്കൾ ഓൾറെഡി ചിലപ്പോൾ നമ്മുടെ ഈ ഓൾറെഡി ഒരിക്കൽ എഴുതിയ മക്കൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ ആ മക്കൾക്ക് ഓൾറെഡി നിങ്ങൾ ഒ ബി സിയിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ഒ ബി സി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് തന്നെ മതിയടാ, ഒരു പ്രശ്നമില്ല. അതിൻ്റെ വാലിഡിറ്റി എന്തായാലും കഴിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റുക, കഴിഞ്ഞിരിക്കാൻ സാധ്യതയില്ല അതാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം പിന്നീട് അടുത്ത എക്സാം വരുമ്പോഴേക്കും വീണ്ടും ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി. ഓക്കെ, സോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒ ബി സി NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തഹസിൽദാറിൻ്റെ അടുത്തത് പോയിട്ട് വേണം മേടിക്കാൻ. അതും സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു NCL മേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് വേണം തഹസിൽദാറിൻ്റെ അടുത്ത് തന്നെ വേണം ആ ഒരു NCL മേടിക്കാനായിട്ട്. NCL ഓർ EWS ജനറൽ കോട്ടയിലുള്ളവർ EWS എടുക്കുകയാണെങ്കിലും അങ്ങനെ മേടിക്കണം. കറക്റ്റായിട്ട് തഹസിൽദാറിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ മേടിക്കണം കേട്ടോ. നിങ്ങൾക്ക് അക്ഷയ വഴി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ പ്രഥമഘട്ടത്തിൽ നിങ്ങൾക്ക് അക്ഷയ പോയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് തഹസിൽദാറിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഒപ്പും അവരുടെ സീലും വെച്ചിട്ടുള്ളൊരു നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ PDF ആയിട്ട് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ ഓഫ്ലൈൻ നേരിട്ട് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ ആ ഒരു സെക്ഷനാണ് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും പ്രോപ്പറായിട്ട് വ്യക്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് JEE മെയിൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് മിനിറ്റിൽ റിജക്റ്റ് ആവാം. ഓക്കെ, ആയ കേസുകളുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എങ്ങാനും ഓൺലൈനിലല്ല, നിങ്ങൾ അക്ഷയ മുഖേനയല്ല, നിങ്ങൾ ഡയറക്റ്റായിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് തഹസിൽദാറിനടുത്ത് പോയിട്ടാണ് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമാറ്റ് നമ്മൾ ഉണ്ട്. അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് നമ്മുടെ ജോസ, അതായത് നമ്മുടെ സീറ്റ് അലൊക്കേഷൻ ഉണ്ടല്ലോ, ജോയിൻറ്റ് സീറ്റ് അലൊക്കേഷൻ അതോറിറ്റി തരുന്ന കുറച്ച് ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് മേടിക്കാം. സോ അത് നിങ്ങൾക്ക് ജോസയുടെ സൈറ്റ് നോക്കി, josa.nic.in എന്നൊരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലടാ. ഡയറക്റ്റായിട്ട് josa.nic.in എന്നൊരു വെബ്സൈറ്റിലോട്ട് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഫസ്റ്റ് തന്നെ ജനറൽ ആണ് നിങ്ങളുടെ കാറ്റഗറി എന്നുണ്ടെങ്കിൽ ജനറലിൻ്റെ സെഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിരിക്കും. ഈ രൂപത്തിലായിരിക്കും ജനറലിൻ്റെ കിട്ടുക. അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നമ്മൾക്കിപ്പോൾ ഒരു OBC NCL ഉള്ളൊരു OBC ആണ്, നോൺ ക്രീമി ലെയറിൽ പെടുന്ന ഒരു OBC കാറ്റഗറിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ടോ OBC NCL നേരെ പോവുക, നിങ്ങൾ ഇവിടെ നിന്ന് വ്യൂ കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ OBC NCL ഫോർമാറ്റ്. ഡയറക്റ്റായിട്ട് കൊണ്ടുപോകാം തഹസിൽദാർ അടുത്ത് പോയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുക. നമുക്ക് സീലും വേണം, ഡേറ്റും വേണം, അത് സിഗ്നേച്ചറും വേണം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, EWS ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നിബന്ധനകളുണ്ട്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ EWS അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കി, ഫാമിലി ഈസ് ബിലോ ₹8 lakh ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2024-2025. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം 8 ലക്ഷത്തിൽ കുറവായിരിക്കണം. എന്താണ്? ഈസ് ബിലോ ₹8 lakhs ആയിരിക്കണം. ഓക്കെ, അതൊരു നിബന്ധനയാണ്. പിന്നീട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൊസിഷൻസ് ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെ പൊസിഷൻസ് ഉണ്ടാവാൻ പാടാത്തതെന്ന് വെച്ചാൽ 5 ഏക്കർ അഗ്രികൾച്ചറൽ ലാൻഡോ അതിൽ കൂടുതലോ ഉണ്ടാവാൻ പാടില്ല. 5 ഏക്കർ കൃഷിഭൂമി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾക്കൊരു 1000 സ്ക്വയർ ഫീറ്റിലൊരു ഫ്ലാറ്റ് സ്വന്തമായിട്ട് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾക്കൊരു 100 സ്ക്വയർ യാർഡ്സ് വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് പോലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ അഡ്രസ്സിൽ വരുന്ന മുനിസിപ്പാലിറ്റി, അത് ഏത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ആ മുനിസിപ്പാലിറ്റി നിങ്ങളുടെ പേരിൽ ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ റെസിഡൻഷ്യൽ പ്ലോട്ട് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ 200 സ്ക്വയർ ഫീറ്റ് ആടോ അതിലും കൂടുതലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. പിന്നെ ഇപ്പോൾ ചെറിയ കൃഷിഭൂമിയോ അല്ലെങ്കിൽ മറ്റേ പറമ്പുകളൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. റെസിഡൻഷ്യൽ പ്ലോട്ട് ആവാതിരുന്നാൽ മതി. KLU കിട്ടാത്ത ഒരു പ്ലോട്ട് ആണെങ്കിൽ വലിയ വിഷയമൊന്നും ഇല്ല കേട്ടോ. സോ 200 സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് ഉണ്ടാവാൻ പാടില്ല. 100 സ്ക്വയർ യാർഡ്സ് അതോ അതിന് മുകളിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തഹസിൽദാർ ഡയറക്റ്റായിട്ട് ഒപ്പിട്ട് തരും. നിങ്ങൾ EWS ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയും നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോയിട്ട് അപേക്ഷാ ഫോം
ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷന് ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ സാധിക്കും. ലാസ്റ്റ് മിനിറ്റിൽ ഒരു പ്രശ്നം വരില്ല. ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി ഡിസ്ക്രിപ്പൻസീസ്, ഗ്രീവൻസസ് ഓർ റിജക്ഷൻ അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അവസാന നിമിഷത്തിൽ വെറുതെ സങ്കടപ്പെടേണ്ട. അവസാന നിമിഷത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റായി പോകണ്ടെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്നാണ് NTA പറയുന്നത്. സോ പിന്നെ ലാസ്റ്റായിട്ട് NTA ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ഇടയ്ക്ക് NTA സൈറ്റ് എടുത്ത് നോക്കണം എന്നും പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയേ. Aspirants are advised to regularly visit the NTA official website www.nta.ac.in എന്നൊരു നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് jemain.nta.nac.in പോയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ അപേക്ഷാ ഫോം വന്നോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും, ഇൻഫർമേറ്ററി വീഡിയോസ് ഒരുപാട് വരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇതേപോലത്തെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇറ്റ്സ് മീ TJ സൈനിങ് ഓഫ് ഫ്രം റേസ്. ബൈ, ടേക്ക് കെയർ.